ഒരു ടീച്ചർ താൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഒരു കട നടത്തുന്ന ഒരു യുവതി അവരുടെ ഷോപ്പിൽ വെച്ച് അവർ റേപ്പ് ചെയ്യപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. ഇതേപോലത്തെ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്. 31 വയസ്സുകാരിയായിട്ടുള്ള ഒരു PG റെസിഡൻറ്റ് അവിടുത്തെ ഡോക്ടേഴ്സ് റൂമിൽ വെച്ച് ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. എന്നിട്ട് അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അതിനൊരു സൂയിസൈഡാക്കി മാറ്റുന്നു. ഈ ഡോക്ടർ 36 hours കണ്ടിന്യൂസ് ഡ്യൂട്ടിയിലായിരുന്നു എന്നാണ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റം എന്താണ് എന്ന് അറിയാത്ത പല ആളുകളും ഉണ്ടാവും. 25 ലക്ഷം ആളുകളോടും എഴുതുന്ന ഒരു പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. ഈ പരീക്ഷയ്ക്ക് എഴുതി ഒരു മെഡിക്കൽ ജോബ് എന്നുള്ളത് വളരെ പ്രാധാന്യത്തോട് കൂടി കാണുന്ന ഒരു സൊസൈറ്റി, പക്ഷേ ഈ ഒരു മെഡിക്കൽ പ്രൊഫഷനെ അതിന് വേണ്ട ഒരു ഡിഗ്നിറ്റി കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യമാണ്. ദിസ് വീഡിയോ ഈസ് അബൌട്ട് ദ ലൈഫ് ഓഫ് എ ഡോക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എസ്പെഷ്യലി ഒരു മെഡിക്കൽ PG റെസിഡൻറ്റിൻ്റെ ലൈഫിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വെൽക്കം ടു ദ വീഡിയോ. റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട ഡോക്ടർ 36 hours കണ്ടിന്യൂസ് ഡ്യൂട്ടിയിലായിരുന്നു എന്ന് പറയുന്നു. അവർ റെസിഡൻ്റ് ആണ് എന്നാണ് വാർത്തകളിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യം ഉണ്ടാവും, ആരാണ് ഒരു മെഡിക്കൽ റെസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ജൂനിയർ റെസിഡൻറ്റ് എന്നുള്ളത്. നമ്മൾ നീറ്റ് UG എക്സാം എഴുതി MBBSന് അഡ്മിഷൻ എടുത്ത് 5.5 വർഷം കഴിഞ്ഞ് വീണ്ടും അതിനും ടഫറായിട്ടുള്ളൊരു എക്സാം എഴുതാണ് നീറ്റ് PG. ഇതാണ് സ്പെഷ്യലൈസേഷന് വേണ്ടിയുള്ള എക്സാം. ഈ നീറ്റ് PG എക്സാം എഴുതി ഇന്ത്യയിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ വിവിധ സ്പെഷ്യാലിറ്റികളിൽ പഠിക്കുന്ന ആളുകളെയാണ് ജൂനിയർ റെസിഡൻസ് എന്ന് വിളിക്കാറുള്ളത്. ഈ റെസിഡന്റ് എന്നുള്ള വാക്ക് തന്നെ വളരെ പ്രാധാന്യമേറിയതാണ്. അവരുടെ റെസിഡൻസി എന്നുള്ളത് ആ ഒരു ഹോസ്പിറ്റലാണ്. അവർ പഠിക്കുന്ന ഒരു 3-4 വർഷത്തെ കാലഘട്ടത്തിലോട്ട് അവരുടെ അഡ്രസ്സ് എന്നുള്ളത് ആ ഒരു ഹോസ്പിറ്റലാണ്. ദേ ആർ എക്സ്പെക്റ്റഡ് ടു ബി കൈൻഡ് ഓഫ് 24/7. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ റെസിഡന്റ് എന്നുള്ള ഒരു പദം കൊണ്ട് അവരെ നമ്മൾ വിശേഷിപ്പിക്കാൻ കാരണം. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് തോന്നുന്നൊരു സംശയം ഉണ്ടാവും, 36 hours ഡ്യൂട്ടിയോ, 36 hours കണ്ടിന്യൂസ് ഡ്യൂട്ടി എന്നുള്ളത് കൊൽക്കത്തയിലെ മാത്രം സംഭവമാണ്. അല്ല, ഇന്ത്യ ഒന്നടങ്കം എല്ലാ മെഡിക്കൽ കോളേജുകളിലും പൊതുവെ ഫോളോ ചെയ്യുന്ന ഒരു ഡ്യൂട്ടി പാറ്റേൺ ആണിത്. അതായത് ഒരു 24 hours നൈറ്റ് ഡ്യൂട്ടി അടക്കം എടുക്കുന്ന ഒരാൾ, അതായത് നൈറ്റ് ഡ്യൂട്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് മാത്രം ജോലി ചെയ്യുക എന്നുള്ളതല്ല. PGക്ക് കയറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാളുടെ വർക്ക് എടുക്കുന്നു, വീണ്ടും അയാൾ നൈറ്റിൽ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം മേ ബി ഒരു 1 hour 2 hour ബ്രേക്ക് എടുത്തതിന് ശേഷം അടുത്ത ദിവസം അവർ വീണ്ടും ഡ്യൂട്ടിക്ക് കയറുന്നു. അതിനിടയിൽ അവർ ഉറങ്ങിയോ ഉറങ്ങിയിട്ടില്ലേ, അതിനുള്ള അവസരം അവർക്ക് കിട്ടിയിട്ടുണ്ടോ, വിശ്രമിച്ചിട്ടുണ്ടോ, അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, അവർ പല്ല് തേച്ചിട്ടുണ്ടോ, കുളിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും യാതൊരു അർത്ഥം തന്നെ ഇല്ല. ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ സിസ്റ്റമാണ് ആക്ച്വലി ഇന്ത്യയിലുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീപ്ലി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കി ഈ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡോക്ടേഴ്സ് കടന്നു പോകുന്ന ഒരു വർക്ക് എൻവയോൺമെന്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഡോക്ടർ അവർ PGക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അവരവിടെ ഒരു റെസിഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ PGക്ക് ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുക അവർ കുറേ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ അവർ കുറേ ലെക്ചേഴ്സ് കേൾക്കുന്നു, അല്ലേ? പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണല്ലോ. അങ്ങനെയല്ല. മേ ബി അവരുടെ ക്ലാസ്സസ് വളരെ ലിമിറ്റഡ് ആണ്. ബാക്കി സമയമൊക്കെ അവരവിടെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓർ ആ വർക്കിലൂടെ, ആ എക്സ്പീരിയൻസിലൂടെയാണ് അവർ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതും ഗെയിൻ ചെയ്യുന്നതും എന്നും നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആക്ച്വലി ഗവൺമെന്റ് എന്തായിട്ടാണ് ഈ PG റെസിഡന്റ് ഡോക്ടേഴ്സിനെ കാണുന്നത്? ഇവരെ ഒരു ചീപ്പ് വർക്ക് ഫോഴ്സ് ആയിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗവൺമെന്റ് ഇവരെ കാണുന്നത് ഇവരെ പഠിക്കാൻ വന്നിരിക്കുന്ന ഡോക്ടേഴ്സ് ആയിട്ടല്ല, അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങൾ ഗെയിൻ ചെയ്യാൻ വന്ന ഡോക്ടേഴ്സ് ആയിട്ടല്ല. നേരെ മറിച്ച് വളരെ ചീപ്പ് ആയിട്ടുള്ള ഒരു ലേബർ ഫോഴ്സ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഏത് സമയവും അവിടെ വർക്ക് ചെയ്യാവുന്ന ആളുകൾ. അവർക്ക് ഇപ്പോൾ കേരളത്തിലാണ് എന്നുണ്ടെങ്കിൽ ഒരു 55,000 രൂപ കൊടുത്താൽ അവരവിടെ വർക്ക് ചെയ്തോണം. അത് മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ 40,000 രൂപ മാത്രം കൊടുക്കുന്ന സ്റ്റേറ്റ്സ് ഉണ്ട്, 1 ലക്ഷം വരെ കൊടുക്കുന്ന മറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്, നോർത്തിലൊക്കെ ഉണ്ട്. എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഇന്ന് ആലോചിക്കാൻ പറ്റും, ഒരു ഡോക്ടർ 24/7 അല്ലെങ്കിൽ മേ ബി ഡെയിലി നമുക്കൊരു 12 മണിക്കൂർ ഒരു 50,000 അല്ലെങ്കിൽ 60,000 രൂപ ശമ്പളത്തിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ? എന്നാൽ ആ ലേബർ ഫോഴ്സ് ആയിട്ടാണ് ആക്ച്വലി ഗവൺമെന്റും അഡ്മിനിസ്ട്രേഷനും ഈ മെഡിക്കൽ PG ഡോക്ടേഴ്സിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഓവർ വർക്ക്ഡ് ആണ്, അവർക്ക് ആവശ്യത്തിന് അവർക്ക് പേ ലഭിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഗവൺമെന്റ് അവരുടെ പേ പരമാവധി റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യില്ല. കാരണം കുറച്ച് ആളുകളെ വെച്ച് എങ്ങനെ എന്ത് ചെയ്യാം, ഈ സിസ്റ്റം റൺ ചെയ്യാം എന്നുള്ളതാണ് ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെസിഡന്റ് ഡോക്ടേഴ്സിനെ അവർ ഇൻക്രീസ് ചെയ്യില്ല. എന്ന് മാത്രമല്ല, അവർക്കുള്ളൊരു സാലറി ഇൻക്രിമെന്റ് ഒക്കെ ഞാൻ ഈ അടുത്ത് മനസ്സിലാക്കിയ കേരളത്തിൽ ഈ അടുത്താണ് മേ ബി 1000-1500
രൂപ ഒരുപാട് സമരം ചെയ്തതിനു ശേഷം മെഡിക്കൽ PG ഡോക്ടേഴ്സിന് അവരുടെ സ്റ്റൈപ്പൻഡിൽ വർധനവ് വരുത്തിയത്. എന്നിട്ട് 1500 രൂപ മാസം വർധന വേണ്ടി സമരം ചെയ്യുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ സാധിക്കുമോ? ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യമാണ്, ഇവർക്ക് പ്രത്യേകിച്ച് പലപ്പോഴും വർക്കിന് നിശ്ചയിക്കപ്പെട്ട ടൈമിംഗ് ഒന്നും ഇല്ല എന്നുള്ളത്. ഇപ്പോൾ ആക്ച്വലി പല നിയമങ്ങളും ഇത്ര അവേഴ്സാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം നമ്മളിപ്പോൾ 9 to 5 ആയിരിക്കും ജനറലി നമ്മൾ വർക്ക് ചെയ്യുക, അതായത് ഡെയിലി 8 hours. ഇങ്ങനെ വീക്കിലി 5-6 ദിവസം നമ്മൾ വർക്ക് ചെയ്യും. 6 ദിവസം കൂട്ടിയാൽ 48 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യും. എന്നാൽ PG ഡോക്ടേഴ്സിനുള്ള വർക്കിന്റെ നിയമത്തിൽ തന്നെ പറയുന്നത് മാക്സിമം 60 hours വരെ വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതായത് 60 hours എന്ന് പറഞ്ഞാൽ 6 ദിവസം നമ്മൾ ഒരു ആഴ്ചയിൽ കൂട്ടുകയാണെങ്കിൽ 10 മണിക്കൂർ വരെ ഒരു ദിവസം അവർ വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പല മെഡിക്കൽ കോളേജസിലോ അല്ലെങ്കിൽ ഇത്തരം സിസ്റ്റംസിലോ ഇവിടെ അവരെ രോഗികളെ പരിശോധിക്കാൻ അല്ലെങ്കിൽ അതിന് വേണ്ട വർക്ക് ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ഡോക്ടേഴ്സും 70, 80, 90 മണിക്കൂർ വരെ വർക്ക് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഡോക്ടേഴ്സ് ഉള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ടൈമിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും പലപ്പോഴും ഈ ഡോക്ടേഴ്സിന്റെ റൂൾസ് ഇല്ല. ഈ പറഞ്ഞ പോലെ 24 hours ഡ്യൂട്ടി കഴിഞ്ഞാൽ വീണ്ടും അവർ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ആവശ്യത്തിന് വിശ്രമം കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി നിങ്ങൾ ആലോചിച്ചോ, രാത്രി ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ ഉറങ്ങിയെന്ന് തന്നെ വിചാരിക്കാം. എന്നാൽ പോലും രാവിലെ മുതൽ രാത്രി വരെ വർക്ക് ചെയ്തിട്ട് വീണ്ടും അവർ വർക്കിന് കയറുന്നൊരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവരെ മുമ്പിൽ ഇരിക്കുന്ന രോഗികളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും ഓവർ വർക്ക്ഡ് ആയിട്ടുള്ള ടയേർഡ് ആയിട്ടുള്ള ആളുകളുടെ മുമ്പിലോട്ടാണ് രോഗികൾ എന്ത് ചെയ്യുന്നത്, അവർ പോകുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം സ്ട്രെസ്സിലാണ് പല ഡോക്ടേഴ്സും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചണ്ഡീഗഡിലെ PGMIER എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെ എയിംസ് കഴിഞ്ഞുള്ള സെക്കൻഡ് ബെസ്റ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവിടുത്തെ PG ഡോക്ടേഴ്സിന്റെ ഇടയിൽ നടത്തിയ ഒരു സർവേയിൽ പറയുന്നത് 30% റെസിഡൻസും ഡിപ്രസ്ഡ് ആണ് എന്നുള്ളതാണ്. ഡിപ്രഷനുള്ള ആളുകളാണ്. എയിംസിൽ 10ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത് ഒരു സൈക്യാട്രി PG ആണ്. സൈക്യാട്രി മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പഠിക്കുന്ന ആളാണ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ചാടി ആത്മഹത്യ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല PGMIERലെ റെസിഡൻസിന്റെ സ്റ്റഡീസിൽ പറയുന്നത് 17% ആളുകളും സൂയിസൈഡിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് എന്ന് വരെ ഈ സ്റ്റഡീസിൽ പറയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം സ്ട്രെസ്ഡ് ആണ് ഇന്ത്യയിലെ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്ര ഓവർ വർക്ക്ഡ് ആണ്, സ്ട്രെസ്ഡ് ആണ്. എന്ന് മാത്രമല്ല ഒരു മെഡിക്കൽ സിസ്റ്റത്തിന്റെ ഉള്ളിൽ കയറുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചൊക്കെ റിലാക്സേഷൻ ആവശ്യമാണ്. അവർക്ക് പലപ്പോഴും ഫാമിലി ടൈം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കൊരു വെക്കേഷൻ എടുക്കാൻ ഒരു 2 ദിവസം 3 ദിവസം ടൂർ പോവാം, അങ്ങനെ പോകാൻ സാധിക്കുന്ന റെസിഡന്റ് ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 3-4 ദിവസം ഒരു യാത്ര ഒരു വർഷത്തിലൊരിക്കൽ പോകാൻ ഈ ഡോക്ടേഴ്സിന് സാധിക്കും. കാരണം ഇവർക്ക് പബ്ലിക് ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു സംഭവമല്ല. മേ ബി വീക്ക്ലി സൺഡേയോ അല്ലെങ്കിൽ മറ്റൊരു ഡേയോ അവർക്ക് ഹോളിഡേ ഉണ്ടാവും. പിന്നെ ഒരു ഇയർലി ഒരു 20 ദിവസം മാത്രമാണ് ഹോളിഡേയ്സ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന റൂൾസ് പ്രകാരം. ബാക്കി ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ട്, ഓണം ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുക്കുക എന്നുള്ളതല്ലാതെ കൃത്യമായിട്ടുള്ളൊരു ഹോളിഡേയ്സ് ഒന്നും ഇവർക്ക് പബ്ലിക് ഹോളിഡേയ്സോ മറ്റൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പബ്ലിക് ഹോളിഡേയ്സ് വർക്ക് എടുത്താൽ പകരം കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു ഡേ ഓഫ് എല്ലാവരും സ്വാഭാവികമായിട്ടും ഡോക്ടർ ഫോഴ്സിന് മുഴുവൻ ഒരു പബ്ലിക് ഹോളിഡേ ലീവ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അതിന് കോമ്പൻസേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള യാതൊരു സംവിധാനവും ഇല്ല. അപ്പോൾ ഈ ഒരു മെഡിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചും രോഗികളെ കുറിച്ചും അവരുടെ പഠനത്തെക്കുറിച്ചും അവരുടെ വർക്കിനെ കുറിച്ചും മാത്രമായിരിക്കും അവരുടെ ചിന്ത. അതിലപ്പുറം അവരുടെ ഫാമിലി, ഹോബി, അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ, മെന്റൽ റിലാക്സ് ചെയ്യാൻ ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടേഴ്സ് എല്ലാം ഓവർ വർക്ക്ഡ് ആണ്, ഓവർ സ്ട്രെസ്ഡ് ആണ്, പല ആളുകളും ഡിപ്രസ്ഡുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ടൈമിനെ കുറിച്ചും അവരുടെ പേയെ കുറിച്ചും പറഞ്ഞു. അതോടൊപ്പം തന്നെ ഞാൻ കണ്ടിട്ടുള്ള, ഞാനും പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ നിലക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയിലെ മെഡിക്കൽ സിസ്റ്റത്തിൽ വലിയൊരു ടോക്സിസിറ്റി ഉണ്ട്. ആ ടോക്സിസിറ്റി എന്നുള്ളത് ഒരു ജൂനിയർ സീനിയർ റിലേഷൻഷിപ്പാണ്. ഓക്കെ, നമ്മൾ പലപ്പോഴും അത് ഈവൻ MBBS ആവട്ടെ PG ആവട്ടെ ഒരു ചെല്ലുമ്പോൾ ഒരു ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിലുള്ള വലിയൊരു തരംതിരിവ് തന്നെ നമുക്ക് ഇത്തരം സിസ്റ്റംസിൽ കാണാൻ സാധിക്കും. എല്ലായിടത്തും ഉണ്ട്, എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷേ ജനറലി ഇത് ഉണ്ട് എന്നുള്ളത് ഒരുപാട് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ പലപ്പോഴും സീനിയേഴ്സ് ഇന്ത്യക്ക് ഞങ്ങളൊക്കെ കുറേ വർക്ക് ചെയ്താൽ വന്നിട്ടുള്ള, അപ്പോൾ ഇവർക്ക് പരമാവധി പണി കൊടുക്കണം. ജൂനിയേഴ്സും ഈ ഒരു കാര്യത്തിൽ പിന്നെ അവർ സീനിയേഴ്സ് ആകുമ്പോൾ അവർക്കും ഈ ഒരു ടോക്സിസിറ്റി ഓട്ടോമാറ്റിക്കലി ഇവർക്കും വരും. മാത്രമല്ല ഒട്ടും ഒരു പ്രൊഫഷണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സൊക്കെ വർക്ക് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. സാർ, മാഡം, ചേട്ടാ, ചേച്ചി വിളികളും. അപ്പോൾ നമ്മളൊക്കെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളാരെയും സാറിനോ മാഡം ഒന്നും വിളിക്കാറില്ല. നമ്മുടെ ഒരു മാനേജർ ആയാൽ പോലും നമ്മൾ പേരെടുത്താണ് വിളിക്കാറുള്ളത്. കാരണം ഒരു പ്രൊഫഷണൽ റിലേഷനാണ് കീപ്പ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഈ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഇല്ലാത്ത തന്നെ ഒരു റെസ്പെക്ട് എന്നുള്ളത് ഫോഴ്സ്ഫുള്ളി വാങ്ങുന്ന ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും ഇത്തരം സിസ്റ്റംസിലുള്ളത്. റെസ്പെക്ട് എന്നുള്ളത് ഏൺ ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല, റെസ്പെക്ട് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി വാങ്ങേണ്ട ഒരു കാര്യമായിട്ടാണ് പല ആൾക്കാരും എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഈ ഒരു ടോക്സിസിറ്റി എന്നുള്ളത് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് മേലോട്ട് ഈ ഹൈറാർക്കികൾ ഇങ്ങനെ കൂടുതൽ ഫോം ചെയ്യും. ഈ ടോക്സിസിറ്റി, ഹൈറാർക്കീസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് ഒരുമിച്ചൊരു പരിഹാരം കാണാൻ ഈ കൂട്ടർക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഇതിനെതിരഭിപ്രായമുള്ളവരുണ്ടാവാം. ഞാൻ ജനറലി ഉള്ള കേസ് എൻ്റെ ഒരു ഒബ്സർവേഷൻ
പറഞ്ഞു എന്നുള്ളത് മാത്രം എൻ്റെ ഒരു അത് നിങ്ങൾക്ക് എതിരഭിപ്രായമുള്ളവരുണ്ടാവാം. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽപ്പെട്ട ഡോക്ടേഴ്സ് പലപ്പോഴും ദേ ഡോണ്ട് സ്പീക്ക് അപ്പ്. അവരൊരിക്കലും തുറന്ന് സംസാരിക്കില്ല. കാരണം ഒന്ന്, അവർക്ക് അതിനുള്ള സമയമില്ല. അവരവരുടെ വർക്കിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയിൽ അവർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനോ സമയമില്ല. രണ്ട്, അവർ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം ഈ സിസ്റ്റം ഒന്നും ചേഞ്ച് ചെയ്യില്ല, ഇത് അങ്ങനെയാണ്. പിന്നെ നേരത്തെ മേലെ പറഞ്ഞ പോലെ ഈ ടോക്സിസിറ്റി ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ മേലേന്ന് എന്താണ് ഇത് മുമ്പ് കുറേ കാലമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇത് ഇങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ, ഞങ്ങൾ ചെയ്തപ്പോഴും ഇത് അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ഇത് അങ്ങനെ തന്നെയാണ്, ഇനി ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആളുകൾ ഒരുമിച്ച് നിന്നാൽ ചേഞ്ച് ചെയ്യാവുന്ന പ്രശ്നങ്ങളുണ്ട്. കാരണം ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം, അല്ലാതെ ഡോക്ടേഴ്സ് സോൾവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം അല്ല. ഡോക്ടേഴ്സ് അവർക്ക് കൃത്യമായിട്ടുള്ള വർക്ക് ടൈമും മറ്റു കാര്യങ്ങളും നിശ്ചയിക്കുക എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ്റെ ഉത്തരവാദിത്തമാണ്. വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ആണ് ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റത്തിലുള്ളത്. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഡോക്ടേഴ്സ് ഒരുമിച്ച് നിൽക്കണം. ആ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് പലപ്പോഴും അവർ പോലും അറിയാതെ കടന്നു വരുന്ന ഒരു ടോക്സിസിറ്റി ഉണ്ടായത് കൊണ്ട്, ഒരു ഹയറാർക്കി ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, പല ഡോക്ടേഴ്സും ഇപ്പോൾ നമ്മളൊരു MBBS പോകുന്നൊരു കുട്ടി, ഒരു BTech പോകുന്നൊരു കുട്ടി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഗ്രിക്ക് പോകുന്നൊരു കുട്ടിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഒരു നോർമൽ കോളേജിൽ പോകുന്നൊരു കുട്ടിയും ഒരു മെഡിക്കൽ കോളേജിൽ പോകുന്നൊരു കുട്ടി. കാരണം മെഡിക്കൽ കോളേജിലെ ഭൂരിഭാഗം ആൾക്കാരും ദേ വിൽ ബി ഫുള്ളി ഇമ്മേഴ്സ്ഡ് ഇൻ ദാറ്റ് എൻവയോൺമെന്റ്. അങ്ങനത്തെ ഒരു വർക്ക് എൻവയോൺമെന്റിലാണ്. അവരെ കുറ്റം പറയില്ല, നേരെ മറിച്ച് ലൈക്ക് ദെയർ എൻവയോൺമെന്റ് ഇസ് ലൈക്ക് ദാറ്റ്. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ നോർമൽ കോളേജിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറേയൊക്കെ ഫ്രീ ടൈം ഉണ്ടാവും, അയാൾ വേറെ കുറേ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കും. അപ്പുറത്തെ ഒരാൾ മെഡിക്കൽ പ്രൊഫഷൻ, രോഗികൾ, മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ എക്സ്പോഷർ ഈ സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു എക്സ്പോഷറും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്നുള്ളത് സെക്യൂരിറ്റിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ഡോക്ടേഴ്സ് റൂമിൽ വെച്ചിട്ട് അവിടെ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടർ ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെടുന്നു. ഇത് ഫസ്റ്റ് ഇൻസിഡൻ്റ് ആണോ? അല്ല. കഴിഞ്ഞ വർഷമാണ് വന്ദന ദാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ, ഒരു ഇന്റേൺ, ഒരു ഹൗസ് സർജനെ കേരളത്തിൽ വെച്ച് ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരാൾ കൊന്നു കളഞ്ഞത്, അല്ലെ, ഒരു പോലീസ് ഒരു ക്രിമിനലായിട്ട് ഒരാൾ കൊന്നു കളഞ്ഞത്. ഇത് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ വർഷം സംഭവിച്ച കാര്യമാണ്. ഇതേപോലെയുള്ള ഡോക്ടേഴ്സിനെതിരെയുള്ള അബ്യൂസ് വളരെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഓക്കെ, അപ്പോൾ പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മിഡ് നൈറ്റ് വരെ അല്ലെങ്കിൽ മിഡ് നൈറ്റിന് ബിയോണ്ട് അവർക്ക് ഡ്യൂട്ടി ഉണ്ടാവും. മിഡ് നൈറ്റിൽ തിരിച്ചു വരേണ്ട പെൺകുട്ടികൾ ഉണ്ടാവും. അതേപോലെ തന്നെ അപ്പോൾ അതിനുള്ള ആവശ്യമായ സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടോ? അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് ആളുകൾ കയറി വന്നു പോകുന്നു. പ്രത്യേകിച്ച് അനോണിമസ് ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ എന്നുള്ളത്. അവിടെ പേഷ്യൻസ് ഉണ്ടാവും, പേഷ്യൻസിൻ്റെ കൂടെ 2, 3, 4 ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇവരുടെ പേര് വിവരങ്ങളൊന്നും നമ്മൾ ഒരു ഹോസ്പിറ്റലും രേഖപ്പെടുത്തി വെക്കാറില്ല. അതേപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും CCTV ക്യാമറകളുണ്ടോ? ഫീമെയിൽസിന് വേണ്ടി സ്പെഷ്യൽ റൂംസ്, ഡോക്ടേഴ്സ് റൂംസ്, അവരുടെ പ്രൈവസി, അവരുടെ സെക്യൂരിറ്റി കൺസേണിങ് ആയിക്കൊണ്ടുള്ള ഡോക്ടേഴ്സ് റൂംസ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലുണ്ടോ? ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ചോദിക്കേണ്ട, മെഡിക്കൽ ഡോക്ടേഴ്സ് അവരുടെ സിസ്റ്റത്തിനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ വന്നു പോകുന്ന ആളുകളുടെ റെക്കോർഡ്സ് അവൈലബിൾ ആണോ? അവരുടെ ഡിജിറ്റൽ റെക്കോർഡ്സ് ഉണ്ടോ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ പേരും ഫോൺ നമ്പറെങ്കിലും എവിടെയെങ്കിലും എഴുതി വെക്കുന്നുണ്ടോ? ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് നമ്മൾ സാധാരണക്കാരുടെ ഒരു മെഡിസിനെ കുറിച്ചുള്ള ഒരു പെർസെപ്ഷനാണ്. ഒരു സൈഡിൽ നമ്മൾ മെഡിസിൻ എന്നുള്ളൊരു ജോബിനെ നമ്മൾ ഡിവൈനായി കാണുന്നു. ശരിയാണ്, അവർ ചെയ്യുന്ന ഒരുപാട് വർക്ക് എന്നുള്ളത് ആക്ച്വലി മറ്റൊരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഒരു ലൈഫ് സേവ് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ ഈ ഭൂമിയിൽ ദൈവം ആർക്കെങ്കിലും ആ കഴിവ് നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ്. വേറെ ആർക്കും അത്തരത്തിലുള്ള നോളജോ സ്കിൽസോ ഇല്ല. എന്നാൽ ഇതിനെ നമ്മൾ പലപ്പോഴും ഓവർ ഗ്ലോറിഫൈ ചെയ്യുന്നു. ഈ ഓവർ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അങ്ങനെ ഒരു ഡോക്ടർ ആകുമ്പോൾ അത്രയും വർക്ക് ചെയ്യണം എന്നുള്ളൊരു ബോധം സമൂഹത്തിൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലായി വരുന്നു. അവർ മനുഷ്യരാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. അവരൊരു ജീവൻ രക്ഷിക്കുന്നൊരു മെഷീനായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഓൺ ദി അതർ സൈഡ്, എന്തെങ്കിലും ഒരു രോഗിക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ ബ്ലെയിം ചെയ്യുന്നു. ആ ഡോക്ടറെ അടിക്കുന്നു, തല്ലുന്നു, കൊല്ലുന്നു, അല്ലെ? ആ ഡോക്ടറെ എന്തെങ്കിലും ചെയ്താൽ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല, ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഓരോ സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ട്. ഈ 2 എക്സ്ട്രീംസ് ആണ് ഡോക്ടറെ സംബന്ധിച്ചുള്ള ഒരു പൊതുബോധം. കാരണം നമ്മൾ ഡോക്ടറെ കാണുന്നത് ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് ഡിവൈൻ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ കാണുമ്പോൾ തന്നെ അപ്പുറത്ത് ഒരുപാട് കാശ് ഉണ്ടാക്കുന്ന ആളുകളായിട്ട് നമ്മൾ അവരെ കാണുന്നു, അല്ലേ? അവർ കുറേ കാശ് ഉണ്ടാക്കുന്ന ആളുകളാണ്, കുറേ അങ്ങനെ ആളുകളെ ചീറ്റ് ചെയ്യുന്ന ആളുകളാണ്, മെഡിക്കൽ കമ്പനികൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളാണ് എന്നുള്ള ഒരു പെർസെപ്ഷൻ അവിടെ ഉണ്ട്. ഇതൊക്കെ ചെയ്യുന്ന ചില ചുരുക്കം ആളുകൾ ഉണ്ടാവാട്ടോ, അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു കോമൺ പെർസെപ്ഷൻ ആയിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഡോക്ടേഴ്സ് ഈവിൾ ആണ് എന്നുള്ളൊരു ചിന്തയും നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യുന്നു, അവരെ അടിക്കുന്നു, തൊഴിക്കുന്നു, അല്ലേ? അപ്പോൾ
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ്. നിങ്ങളൊരു മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ചിലപ്പോൾ ഒരു ഡോക്ടർ ഉറക്കം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തലേ ദിവസം 8 മണിക്ക് അവർ ഡ്യൂട്ടി തുടങ്ങിയിട്ട് അവർ ഉറങ്ങാതിരിക്കുന്നത് കൊണ്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അവർ ഓവർ വർക്ക്ഡ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ബട്ട് വി എക്സ്പെക്ട് എ ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ദം. അപ്പോൾ നമ്മുടെ ഈ ഒരു മെഡിക്കൽ പ്രൊഫഷനെ കുറിച്ച് ശരിയായൊരു ധാരണ സമൂഹത്തിന് കിട്ടുക എന്നുള്ളതും വളരെ പ്രാധാന്യമേറിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അവസാനമായി പറയുമ്പോൾ ലൈക്ക് ഇത് ആളുകളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, അല്ലെങ്കിൽ ഇതൊക്കെ ചില ആളുകൾ ഇങ്ങനെയാണ് എടുക്കുക, ഇതൊക്കെ മെഡിസിന് പോകുന്ന കുട്ടികളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അല്ല, ഇത് സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യണം. ഈ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യേണ്ടത് ആരാണ്? ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സാണ്, അതോടൊപ്പം തന്നെ സമൂഹമാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഹെല്ലിഷ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ ഒരിക്കലും മെഡിക്കൽ സിസ്റ്റത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഇങ്ങനത്തെ കാര്യങ്ങളെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, യു ഷുഡ് സ്പീക്ക് അപ്പ് ആൻഡ് റിമൂവ് ദ ഹൈറാർക്കീസ്. നിങ്ങൾക്കിടയിലുള്ള ഹൈറാർക്കികൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ സിസ്റ്റം. കാരണം ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ആണ്, അല്ലാതെ ഒരു മെഡിക്കൽ ഫെയിലിയർ അല്ല. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയറിന് ഫിക്സ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഒപ്പം നിൽക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഇത് കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് എന്നുള്ളത്, നാളെ നമ്മുടെ കൂട്ടത്തിലൊരു ഡോക്ടർ, നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരു ഡോക്ടർക്ക്, നമ്മുടെ ഒരു അനിയത്തിക്ക്, നമ്മുടെ ഒരാളുടെ മകൾക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആ രീതിയിലാണ് നമ്മുടെ മെഡിക്കൽ സിസ്റ്റം ഉള്ളത്. ഇന്നലെ കൊൽക്കത്തയിൽ സംഭവിച്ചത് നാളെ കോഴിക്കോടോ തിരുവനന്തപുരത്തോ ആലപ്പുഴയിലോ ഒക്കെ സംഭവിക്കാം. അതിനെ തടയാവുന്ന ഒന്നും തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് വിളിക്കുന്നൊരു ഡോക്ടർ ഉണ്ടാവുമല്ലോ, അല്ലേ? നമ്മുടെ കൂടെ പഠിച്ചൊരു ഡോക്ടർ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ പോലും എന്ത് മെഡിക്കൽ ആവശ്യം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നൊരു ഡോക്ടർ ഉണ്ടാവും, അല്ലേ? അവരൊക്കെ മനുഷ്യന്മാരാണെന്നുള്ളത് മനസ്സിലാക്കുക. അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുക. ഈ ഒരു അവസരത്തിലെങ്കിലും, ഇതാണ് അവസരം, ഈ അവസരത്തിലെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കുക. ഇല്ലെങ്കിൽ ആ കുട്ടിയും വെറുതെ ഒരു രക്തസാക്ഷിയായി എന്നല്ലാതെ ഒന്നും സംഭവിക്കാനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കഴിഞ്ഞ വർഷമാണ് വന്ദനാദാസ് എന്ന് പറയുന്ന ഒരുപാട് മോഹങ്ങളുള്ള ഒരു കുട്ടി കേരളത്തിൽ കൊല്ലപ്പെട്ടത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് കേരളത്തിലെ ഡോക്ടർമാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്തു? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയും ഒരാൾ പോലും ഇനി അങ്ങനെ മരിക്കുന്ന ഒരവസ്ഥ വരരുത് എന്നുള്ള ചിന്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം. ഡോക്ടേഴ്സിന് ഒരിക്കലും ഒരു ചീപ്പ് ലേബർ ഫോഴ്സായി കാണരുത്, എസ്പെഷ്യലി PG റെസിഡൻസിനെ എന്നാണ് എനിക്ക് ഗവൺമെൻറ്റിനോടും അഡ്മിനിസ്ട്രേഷനോടും പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് വി ഷുഡ് സ്റ്റാൻഡ് വിത്ത് ദം. ഇത് നമ്മുടെ സൊസൈറ്റിയിലെ ഡോക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കേണ്ട, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കേണ്ട സമയമാണ്. അത് ആർക്കു കൂടി വേണ്ടിയുള്ളതാണ്? അത് നമുക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ്. കാരണം നമ്മുടെ പേഷ്യൻസിനെ, രോഗികളെ, നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിനെ ഡയറക്റ്റ്ലി ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അവർക്കൊപ്പം നിൽക്കാം. താങ്ക്സ്, ബൈ.